Mental health is not a destination but a process. It's about how you drive, not where you are going. Welcome to Atma, My Mind, My Care launching ceremony. ഏവർക്കും സ്വാഗതം. ആത്മ മൈ മൈൻഡ് മൈ കെയറിന്റെ സേവനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നതിനായി ആത്മ ചെയർപേഴ്സൺ മിസ്സിസ് സിജിയ ബിനുവിനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിച്ചുകൊള്ളുന്നു. There is no health without mental health. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO പറയുന്നു, മാനസിക ആരോഗ്യമില്ലാതെ ഒരു മനുഷ്യന്റെ ആരോഗ്യം പൂർണ്ണമാകില്ല. എന്താണ് മാനസിക ആരോഗ്യം? ഇത് കേവലം മാനസിക രോഗങ്ങളില്ലാത്ത അവസ്ഥയാണോ? അല്ല. മാനസിക ആരോഗ്യം, മാനസിക രോഗം എന്ന് പറയുന്നതിലുപരിയായി ഇതൊരു തുടർ പ്രക്രിയയാണ്. നമ്മുടെ മാനസിക ആരോഗ്യവും മാനസിക രോഗവും തമ്മിലുള്ള അകലം ഒരു നേർത്ത രേഖയാണ്. ഇത് നാം പലപ്പോഴും അറിയാതെ പോകുന്നു. ഈ നേർത്ത രേഖയിലുണ്ടാകുന്ന പ്രയാസങ്ങൾ, വ്യതിയാനങ്ങൾ നാം മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്നു. ഒരു കൗൺസിലിങ്ങിലൂടെയോ ഗൈഡൻസിലൂടെയോ തിരിച്ചു പിടിക്കാവുന്ന നമ്മളുടെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു എന്ന ഒറ്റ കാരണത്താൽ കടുത്ത മാനസിക രോഗാവസ്ഥയിലേക്ക് മാറുന്നു. ലോകത്താകമാനം 70 കോടി ജനങ്ങൾ മാനസിക രോഗികളാണെന്ന് പറഞ്ഞാൽ 10ൽ ഒരാൾക്ക് മാനസിക രോഗാവസ്ഥയുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് വരാം. മാനസിക ആരോഗ്യ മേഖലയിൽ ഇന്ത്യക്കുള്ള തലക്കെട്ട് ഇങ്ങനെയാണ്: ഇന്ത്യ, the most depressed country in the world. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോസയൻസ് 2015-16 വർഷത്തിൽ ദേശവ്യാപകമായി നടത്തിയ സർവേയിൽ പറയുന്നു, ഇന്ത്യയിൽ 15 കോടി ജനങ്ങൾക്ക് മാനസിക ആരോഗ്യ ചികിത്സ വേണ്ടവരാണ്. എന്നാൽ വെറും 3 കോടി ജനങ്ങൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ചികിത്സ ലഭ്യമാകുന്നുള്ളൂ. ഇതുകൂടാതെ ബ്രിട്ടീഷ് ചാരിറ്റി മെൻ്റൽ ഹെൽത്ത് റിസർച്ച് 2019 നടത്തിയ സർവേയിൽ ഇന്ത്യയിൽ കോർപ്പറേറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൽ 42.5% പേർക്കും ആൻസൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ ഡിസോർഡർ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ 35% വരുന്ന ജനസംഖ്യയിൽ 15-നും 34-നും ഇടയിലുള്ള യുവതി യുവാക്കന്മാരുടെ മരണകാരണമായി പറയുന്നത് ആത്മഹത്യ തന്നെയാണ്. ഇതിൽ നമ്മൾ മലയാളികൾ ഏറ്റവും മുൻപിൽ. കണക്കുകൾ നോക്കുമ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും മാനസിക ആരോഗ്യ സംരക്ഷണം തീർച്ചയായിട്ടും വേണ്ടിവരുന്നു. മാനസിക ആരോഗ്യം ശാരീരിക ആരോഗ്യം പോലെ തന്നെ ഓരോ മനുഷ്യനിലും സംരക്ഷിക്കേണ്ടുന്ന അവസ്ഥ അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ മാനസിക ആരോഗ്യ സംവിധാനങ്ങളുടെ അപര്യാപ്തതയും മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള ശരിയായ അറിവില്ലായ്മയും അന്ധവിശ്വാസങ്ങളും ജനങ്ങളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. ഇതുമൂലം സമൂഹത്തിനും കുടുംബത്തിനും വ്യക്തികൾക്കും ഉണ്ടാകുന്ന നഷ്ടം ചെറുതല്ല. സമൂഹത്തിലെ ഈ വലിയ പ്രശ്നത്തെ എങ്ങനെ ശരിയായി അഭിസംബോധന ചെയ്യാം എന്ന ഒരു കൂട്ടം മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ ചിന്തയിൽ നിന്ന് ഉൾത്തിരിഞ്ഞ ഒരു ആശയമാണ് ആത്മ മൈ മൈൻഡ് മൈ കെയർ എന്ന സംരംഭം. ഇതൊരു ടീം വർക്കാണ്. ഇവിടെ പ്രൊഫഷണൽ കൗൺസിലേഴ്സ്, സൈക്യാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും വിവിധ തെറപ്പിസ്റ്റുകളും ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റുകളും യോഗ മാസ്റ്റേഴ്സും ഇങ്ങനെ ഒരു കൂട്ടം ആരോഗ്യ പ്രവർത്തകർ നിങ്ങളുടെ മാനസിക ആരോഗ്യ സംരക്ഷണത്തിനായി നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തുകയാണ്. നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ യാതൊരു ഐഡൻറ്റിറ്റിയും വെളിപ്പെടുത്താതെ നിങ്ങളുടെ മാനസിക പ്രയാസങ്ങൾക്ക് ഏറ്റവും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഗൈഡൻസും മാർഗനിർദ്ദേശങ്ങളും ചികിത്സയും ലഭ്യമാണ്. ഇതുകൂടാതെ 24 മണിക്കൂറും ലഭ്യമാകുന്ന സുതാര്യവും രഹസ്യാത്മകതയുമുള്ള ആധുനിക എൻഡ് ടു എൻഡ് എൻക്രിപ്ഷനോടുകൂടിയ
കൗൺസിലിംഗ് സംവിധാനങ്ങൾ ആത്മയുടെ ഒരു പ്രത്യേകതയാണ്. ആത്മ മൈ മൈൻഡ് മൈ കെയർ ഇന്നു മുതൽ നിങ്ങൾക്കായി പ്രവർത്തനം ആരംഭിക്കുകയാണ്. നിങ്ങളുടെ മാനസിക ആരോഗ്യ പരിപാലനത്തിൻ്റെ ഓരോ ചുവടുകളിലും ആത്മ ഇനി നിങ്ങളോടൊപ്പം ഉണ്ടാകും. കൂടുതൽ വിവരങ്ങൾക്കായി log on to www.mymindmycare.com. Thank you. മാനസികാരോഗ്യ മേഖലയിൽ ഒരു പ്രൊഫഷണൽ സൈക്കാട്രിസ്റ്റിന്റെ സേവനം അത് വളരെ വിലമതിക്കുന്ന ഒന്നാണ്. മാനസിക ആരോഗ്യത്തെയും അതിന്റെ പ്രാധാന്യത്തെ പറ്റിയും നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിനായി ആത്മ സൈക്കാട്രിസ്റ്റ് കൺസൾട്ടന്റ് ഡോക്ടർ ബിബിൻ തോട്ടത്തിനെ സ്നേഹാദരങ്ങളോട് ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. മാനസിക സംഘർഷങ്ങളും മാനസിക രോഗങ്ങളും ലോകത്ത് അനുദിനം കൂടി വരുന്നതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇവയിൽ ഭൂരിഭാഗം ആളുകൾക്കും വേണ്ടതായ വ്യക്തമായ ചികിത്സ ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണങ്ങൾ പലതുണ്ടാകാം. ഒന്ന്, അറിവില്ലായ്മ, അതായത് തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വ്യക്തമായ ചികിത്സയുണ്ടെന്നും മാനസികാരോഗ്യ വിദഗ്ധരെ കാണേണ്ടതുണ്ടെന്നുമുള്ള അറിവില്ലായ്മ. രണ്ടാമത്, സ്റ്റിഗ്മ, ഒരു സൈക്യാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ സമീപിക്കുന്നതിലും ചികിത്സ നേടുന്നതിലുമുള്ള സമൂഹത്തിൻ്റെ വിമുഖത. ലഭ്യത കുറവ്, സമയക്കുറവ്, ഇതെല്ലാം കാരണങ്ങളാകാം. അതോടൊപ്പം തന്നെ ഈ അടുത്ത നാളുകളിലുണ്ടായ കൊറോണയും അനുബന്ധ പ്രശ്നങ്ങളും ഇവയ്ക്കെല്ലാം ആക്കം കൂട്ടുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം വലിയൊരു പരിഹാരമാണ് ഓൺലൈൻ വഴി ലഭ്യമാക്കാവുന്ന ചികിത്സകൾ. ഓൺലൈൻ ചികിത്സ എന്ന ലക്ഷ്യം മുൻനിർത്തി മാനസികാരോഗ്യ രംഗത്തേക്ക് പുതിയൊരു കാഴ്ചപ്പാട് വയ്ക്കുന്ന ആത്മയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. മനുഷ്യജീവിതങ്ങളിലേക്ക് പുതിയൊരു വെളിച്ചം പകരുവാൻ, മാനസികാരോഗ്യ രംഗം കൂടുതൽ ശക്തമാകുവാൻ ആത്മയിലൂടെ കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സർ. കൗൺസിലിംഗ് മേഖലയിൽ 4 നൂറ്റാണ്ട് കാലത്തെ പ്രവൃത്തി വൈദഗ്ധ്യമുള്ള റവറൻഡ് ഡോക്ടർ കെ തോമസ് കൗൺസിലിംഗിന്റെ പ്രാധാന്യത്തെപ്പറ്റി നിങ്ങളുമായി ചില അറിവുകൾ പങ്കുവയ്ക്കുന്നു. Counseling is a goal-oriented and growth-oriented process. ജീവിതത്തിൻ്റെ ലക്ഷ്യവും വളർച്ചയും കൈവരിക്കാൻ ഏറ്റവും ഉപകരിക്കുന്ന ഒരു ഉപകരണമാണ് കൗൺസിലിംഗ് എന്ന പ്രക്രിയ. It gives you new designs to define your life. ജീവിതത്തെ നിർവചിക്കുവാൻ പുതിയ രൂപരേഖകൾ നൽകുന്ന ഒരു വലിയ പ്രക്രിയ തന്നെയാണ് ഈ കൗൺസിലിംഗ് എന്ന വലിയ ശുശ്രൂഷ. ആത്മ എന്ന സ്ഥാപന അതിൻ്റെ വൈവിധ്യമായ ശുശ്രൂഷയിലൂടെ ഈ വലിയ പ്രക്രിയയിൽ പങ്കുചേരുകയാണ്. ആത്മ through its empowering, encouraging and enriching support will help you to accomplish this goal. ഈ ലക്ഷ്യത്തിലേക്ക് നമ്മെ എത്തിക്കുവാൻ ആത്മയുടെ പ്രോത്സാഹനം, ശാക്തീകരണം, സമൃദ്ധമായ ഇടപെടലുകൾ അതിൽ പങ്കുചേരുന്ന എല്ലാ വ്യക്തികൾക്കും ഉതകുന്നതും ഉപകരിക്കുന്നതുമാകും. അപ്രകാരം അനേക ജീവിതങ്ങൾക്ക് പുതിയ രൂപവും പുതിയ ജീവിതയാത്രയും ഒരുക്കി കൊടുക്കുന്നതിന് ആത്മ through its empowering, encouraging and enriching support will help you to accomplish this goal. ഈ ലക്ഷ്യത്തിലേക്ക് നമ്മെ എത്തിക്കുവാൻ ആത്മയുടെ പ്രോത്സാഹനം, ശാക്തീകരണം, സമൃദ്ധമായ ഇടപെടലുകൾ അതിൽ പങ്കുചേരുന്ന എല്ലാ വ്യക്തികൾക്കും ഉതകുന്നതും ഉപകരിക്കുന്നതുമാകും. അപ്രകാരം അനേക ജീവിതങ്ങൾക്ക് പുതിയ രൂപവും പുതിയ ജീവിതയാത്രയും ഒരുക്കി കൊടുക്കുന്നതിന് ആത്മയുടെ എല്ലാ പ്രയത്നങ്ങളെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ.
ആത്മയുടെ സേവനങ്ങൾ ഒരിക്കലും ഒരു പ്രാദേശിക പരിധിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, മറിച്ച് അത് ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും വ്യാപിക്കുന്ന ഒന്നാണ്. ചെന്നൈ ശ്രീ മാലോലാൻ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പ്രിൻസിപ്പൽ ഡോക്ടർ വി സുഭദ്ര ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു. മൈ മൈൻഡ് മൈ കെയർ அப்படிங்கிற ஒரு ஆன்லைன் கவுன்சிலிங் சர்வீசஸ்க்கு என்னுடைய வாழ்த்துக்கள். இது ஒரு சிறந்த முயற்சி. ஏன்னா நம்ம நிறைய நாட்களில் வந்து நிறையா நேரங்களில் நம்ம மைண்ட் கேருங்கிறத பற்றி ரொம்ப யோசிக்கவே மாட்டேங்கிறோம். உடல் நலத்தை பற்றி யோசிக்கிற அளவுக்கு மனநலத்தை பற்றி யோசிக்கிறது இல்லை. அந்த விதத்தில் மனநலத்துக்கு முக்கியம் தர இந்த சர்வீசஸ்க்கு, கவுன்சிலிங் சர்வீசஸ்க்கு நல்ல முயற்சி, என்னுடைய வாழ்த்துக்கள். அதுவும் இது ஆன்லைனில் இருக்கிறது இன்னும் பெரிய ஒரு சிறப்பு. ஏன்னு கேட்டிங்கன்னா, நம்மளுக்கு வந்து கவுன்சிலிங்க்கு நம்ம நேரில் வந்து போகும்போது அது ஒரு ஸ்டிக்மா ஒன்று இருக்குது. அந்த ஸ்டிக்மா இல்லாமல் ஆன்லைனில் யாருக்கு கொடுக்குறாங்க அப்படிங்கிறது கூட தெரியாமல் ஆன்லைனில் பண்ணும்போது இன்னும் வந்து அது சிறப்பாக அமைய வாய்ப்புகள் நிறைய இருக்குது. அதனால் எல்லோருக்கும் இது பெரிய பயனாக இருக்கும் என்று கூறி என் வாழ்த்துக்களையும் நன்றியும் தெரிவித்துக் கொள்கிறேன் எனக்கு இந்த வாய்ப்பு கொடுத்தமைக்கு. தேங்க்யூ மா. മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉണർവ് നൽകുന്ന ഒന്നാണ് യോഗ. കൗൺസിലിംഗ് മേഖലയിലും യോഗയ്ക്കുള്ള പ്രാധാന്യം വളരെ ശ്രദ്ധയർഹിക്കുന്ന ഒന്നാണ്. ഇതിനെപ്പറ്റി നമ്മളുമായി പങ്കുവയ്ക്കുന്നതിനായി തിരുവനന്തപുരം ചിന്മയ മിഷൻ ആചാര്യ അഭയാനന്ദ സ്വാമികളെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. യോഗം അല്ലെങ്കിൽ യോഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ അടക്കലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. യോഗത്തിൻ്റെ ഏറ്റവും വലിയ അർത്ഥം നമ്മളെ ഈശ്വരനുമായി ചേർക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇന്ദ്രിയ നിയന്ത്രണങ്ങളിലൂടെ മനോനിയന്ത്രണം, ശരീര നിയന്ത്രണങ്ങളിലൂടെ മനോനിയന്ത്രണം, പ്രാണ നിയന്ത്രണത്തിലൂടെ മനോനിയന്ത്രണം, ഇതാണ് യോഗ മുന്നോട്ട് വയ്ക്കുന്ന ആദ്യഘട്ട കാര്യങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ടാണ് ആസനങ്ങളും ഒക്കെ. അപ്പോൾ ഒരു നല്ല ഒരു വ്യക്തിത്വം ഉണ്ടാകണമെങ്കിൽ നമ്മൾ നല്ല മനസ്സിനും നല്ല ബുദ്ധിക്കും നല്ല ശരീരത്തിനൊക്കെ ഉടമകളായ ആളുകളാണ്. അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് യോഗ പരിശീലനം. ഇവിടെ ആത്മാ മൈ മൈൻഡ് മൈ കെയർ എന്ന ഓൺലൈൻ കോഴ്സിൻ്റെ ഭാഗമായിട്ട്, കൗൺസിലിംഗ് സെൻ്ററിൻ്റെ ഭാഗമായിട്ട് യോഗ പരിശീലനം കൂടി ഉൾപ്പെടുത്തിയിരുന്നു. ആ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഹരി ഓം. താങ്ക് യു സർ. കുട്ടികളും മാതാപിതാക്കളും അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് സാമൂഹ്യ മാധ്യമത്തിലൂടെ ശ്രദ്ധേയായി മാറിയ സോഷ്യൽ ഇൻഫ്ലുവൻസർ ശ്രീ ലക്ഷ്മി ഗിരീഷ് കുറുപ്പ് നമ്മളോടൊപ്പം ചേരുന്നു. ആത്മാ മൈ മൈൻഡ് മൈ കെയർ, എ പെർഫെക്റ്റ് പ്ലാറ്റ്ഫോം ഫോർ കൗൺസിലിംഗ്, ഓൺലൈൻ കൗൺസിലിംഗ്. അതായത് നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ഒരു പെർഫെക്റ്റ് സൊല്യൂഷനായിട്ട് ഒരു കൂട്ടം ഡോക്ടേഴ്സും സൈക്യാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ് എല്ലാം ഒത്തുചേരുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. ഏത് സമയത്തും വീട്ടിലിരുന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും ലോൺലി ആയിട്ട് ഇരിക്കുന്ന ഒരു ടൈമിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്താനൊക്കെ ഇവർ നിങ്ങളെ ഒത്തിരി നന്നായി നിങ്ങളെ പോസിറ്റീവ് ആക്കാൻ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. ഞാനും ആത്മയുടെ ഒരു ഭാഗമായിരിക്കും ഇനിയും വരുന്ന മാസങ്ങളിൽ. ക്യാമ്പയിൻസ്, ഓൺലൈൻ ക്യാമ്പയിൻസ്, സെഷൻസ് ഒക്കെ നമ്മൾ നടത്തുന്നുണ്ടാവും. അപ്പോൾ ആത്മയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു മാം. കലാരൂപങ്ങൾ എന്നും മാനസിക ആരോഗ്യത്തിന് ഉണർവ് നൽകുന്ന ഒന്നാണ്. ആർട്ട് തെറാപ്പി, മ്യൂസിക് തെറാപ്പി, അരോമ തെറാപ്പി മുതലായവ ആത്മ മൈ മൈൻഡ് മൈ കെയറിന്റെ സേവനങ്ങളിൽ സവിശേഷ ശ്രദ്ധ അർഹിക്കുന്ന ഒന്നാണ്. ആത്മ മൈ മൈൻഡ് മൈ കെയറിന് ആശംസകൾ അർപ്പിക്കുന്നതിനായി ഇന്റർനാഷണൽ സെന്റർ ഫോർ ഫോക്ലോർ ആൻഡ് കൾച്ചർ ചെയർമാൻ ഡോക്ടർ വി ജയരാജിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇവിടെ ആരംഭിക്കാൻ പോകുന്ന മൈ മൈൻഡ് മൈ കെയർ എന്ന ഓൺലൈൻ കൗൺസിൽ സമ്പ്രദായം എനിക്ക് തോന്നുന്നു അതൊരു ഈ ഒരു കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് കൃത്യമായി ആളുകളുടെ അടുത്ത് ഈ മാനസിക പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് സമൂഹത്തിൽ നിന്ന് നേരിടുന്ന അവഗണനയും അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന വിഷമങ്ങൾ മറ്റുള്ളവരോട് ഇത് പറയുന്നതിലുള്ള പ്രയാസങ്ങളും ഒക്കെ കാരണം ഇത് വളരെ രഹസ്യമായ രീതിയിൽ തന്നെ
ഏറ്റവും അകലെയുള്ള ആളുകൾക്ക് പോലും എത്തിപ്പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ഓൺലൈൻ, ഇപ്പോൾ നമ്മൾ ഈ കോവിഡ് കാലത്ത് ഓൺലൈൻ എന്ന് പറയുന്ന മാധ്യമത്തെ നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചു. അപ്പോൾ അതുപോലെ ഈ ഒരു മാനസിക പരിചരണത്തിന് വേണ്ടിയിട്ട്, മാനസിക രോഗ പരിചരണത്തിന് വേണ്ടിയിട്ട് ഏറ്റവും ഉപയുക്തമായ ഒരു മാർഗമാണ് ഈ മൈ മൈൻഡ് മൈ കെയർ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ നടത്തുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിന് എല്ലാ വിജയങ്ങളും ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു സർ. സാമൂഹിക നന്മയാണ് ആത്മയുടെ ദർശനം. വയനാടൻ മലനിരകളിൽ സാമൂഹിക പ്രവർത്തനത്തിലൂടെ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആർഷഭാരത് NGO ഡയറക്ടർ ശ്രീ M അഗസ്റ്റിൻ സാറിനെ ആശംസാ പ്രസംഗത്തിനായി വിനയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. മാറി മാറി വരുന്ന സങ്കീർണമായ ജീവിത സാഹചര്യങ്ങളെ ആരോഗ്യകരമായി നേരിടുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും വ്യക്തികളെയും കുടുംബങ്ങളെയും ഗ്രൂപ്പുകളെയും ശാക്തീകരിക്കുന്നതിന് ആരംഭിക്കുന്ന മൈ മൈൻഡ് മൈ കെയർ എന്ന ഓൺലൈൻ കൗൺസിലിംഗ് പ്രോഗ്രാമിന് എന്റെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു സർ. ഭാഷയുടെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് ആത്മയുടെ സേവനങ്ങൾ എന്നും മുന്നേറുന്നു. ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം ജനങ്ങൾ സംസാരിക്കുന്നതും ഒപ്പം നമ്മുടെ രാഷ്ട്രഭാഷയുമായ ഹിന്ദിയിലും ആത്മയുടെ സേവനങ്ങൾ ലഭ്യമാണ്. ഇസ്ലിയെ ബധായി ദേനെ കെ ലിയെ പരിയാരം മെഡിക്കൽ കോളേജ് മാർത്തോമ ഗൈഡൻസ് സെന്റർ ഡയറക്ടർ റവറൻ റജി ഈശോയെ ക്ഷണിച്ചുകൊള്ളുന്നു. नमस्ते. आत्मा, ये शब्द सुनते ही हम अनेक तरह के चिंता में हो जाते, पर आज जिस आत्मा के बारे में मैं आपसे बोलना चाहता हूँ वो आत्मा और कुछ नहीं पर एक संस्था है, आत्मा माई माइंड एंड माई केयर. ये संस्था यहाँ पे अनेक प्रोफेशनल्स जैसे कि साइकियाट्रिस्ट, साइकोलॉजिस्ट, काउंसलर्स आपके हर दिन के दुखों को सुनने के लिए, आपको सॉल्यूशन देने के लिए यहाँ पर. अगर आप चाहते हैं कि आपकी तकलीफें, आप किससे बोलना चाहते हैं, आपको अगर कोई सुनने के लिए नहीं है, यहाँ पे आप लॉग इन कीजिए आत्मा माई माइंड और माई केयर. वहाँ पे आपके प्रश्नों को सुनने के लिए, आपके दुखों को सुनने के लिए और आपको सही तरह के सॉल्यूशंस देने के लिए हम मौजूद हैं. താങ്ക് യു ഫാദർ. സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയവരെ എന്നും ചേർത്ത് നിർത്തുന്നതാണ് ആത്മയുടെ സേവനങ്ങൾ. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്നും ആത്മയുടെ പ്രവർത്തനങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കുന്നതിനായി ട്രാൻസ്ജെൻഡർ ഉത്തര ഷിജുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു ട്രാൻസ്ജെൻഡർ വ്യക്തിയാണ്. ആത്മ മൈ മൈൻഡ് മൈ കെയർ എന്നൊരു പുതിയൊരു സംരംഭം ഓൺലൈൻ കൗൺസിലിംഗ് പ്ലാറ്റ്ഫോം സമൂഹത്തിന് വേണ്ടി തുടങ്ങിയിരിക്കുന്നു. അതിനാൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ഓൺലൈൻ കൗൺസിലിംഗ് പ്ലാറ്റ്ഫോം ജെൻഡർ ഐഡൻറ്റിറ്റി വിഷയവുമായി ഉൾപ്പെടുത്തി ഞങ്ങൾക്ക് വേണ്ടിയുള്ള കൗൺസിലിംഗ് നൽകുന്നതിന് ആത്മയോട് വളരെയധികം നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. അതിനോടൊപ്പം തന്നെ ആത്മയുടെ ഈ പ്രവർത്തനം സമൂഹത്തിന് മാനസിക ആരോഗ്യത്തിനും നല്ലൊരു മുതൽക്കൂട്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, കൗൺസിലിംഗ് സേവനങ്ങളിൽ പലപ്പോഴും അനിവാര്യമായ ഒന്നാണ് നിയമോപദേശങ്ങൾ. ആത്മയുടെ ലീഗൽ അഡ്വൈസറും കൺസൾട്ടന്റുമായ അഡ്വക്കേറ്റ് രാഹുൽ സുധീഷിന്റെ വാക്കുകളിലേക്ക്. ആത്മ മൈ മൈൻഡ് മൈ കെയർ വളരെയേറെ പ്രതീക്ഷ നൽകുന്ന ഒരു സംരംഭമാണ്. നമ്മളെല്ലാവരും ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം സമ്മർദ്ദങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രസക്തി വളരെയേറെയാണ്. ആത്മയുടെ ഈ യാത്രയിൽ അവർക്ക് എല്ലാവിധ മംഗള ആശംസകളും നേരുന്നു. അത് മാത്രമല്ല, ആത്മ മൈ മൈൻഡ് മൈ കെയർ ഈ യാത്രയിൽ അവരോടൊപ്പം ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. താങ്ക് യു സർ. മാനസിക ആരോഗ്യ സംരക്ഷണത്തിലെ എല്ലാ സംവിധാനങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിരിക്കുന്നു ആത്മ മൈ മൈൻഡ് മൈ കെയർ. ഇന്നു മുതൽ നിങ്ങളുടെ മാനസിക ആരോഗ്യ സംരക്ഷണത്തിൽ എന്നും നിങ്ങളോടൊപ്പമുണ്ട് ആത്മ മൈ മൈൻഡ് മൈ കെയർ. ആത്മയുടെ ആദ്യ ചുവടുവെപ്പിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ച ഏവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.